ഹായ് ജയശീല. ഇന്ന് ഞാനൊരു ഗൗണിൽ ഇൻവിസിബിൾ സിബ് വെക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് പീസിൽ ഇൻവിസിബിൾ സിബ് വെക്കാം. അതിന് ഞാൻ 1.5 ഇഞ്ച് മടക്കി, ബാക്ക് ഓപ്പൺ അല്ലേ, അപ്പം ബാക്കിൽ 1.5 ഇഞ്ച് മടക്കിയിട്ട് ആ 1.5 ഇഞ്ച് ലൈനിൽ കൂടെ നമ്മൾ ലൈൻ ഇട്ട് വെച്ചേക്കണം. ഈ ലൈൻ ഇടുന്നത് എന്തിനാ? ഇതിന് നമുക്ക് ഈ ലൈനിൽ കൂടെ സിബ് അടിച്ച് പോകാം കേട്ടോ. അതിന് വേണ്ടി, തെറ്റായിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ 2 സൈഡും ഞാൻ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ലൈനിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സിബ് എടുത്തിട്ടുണ്ട്. സിബ് ആദ്യം എടുത്തിട്ട് അത് മുകളിലോട്ടും താഴോട്ടും വലിക്കണം. ഓക്കെ, അതൊന്ന് നോക്കണം സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക്, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഡ്രസ്സിൽ വെക്കാവും കേട്ടോ. അത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ പൂട്ട് മാറ്റണം. സ്റ്റിച്ച് ചെയ്യുന്ന തയ്ക്കുന്ന പൂട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ 1 സൈഡ് പൂട്ടാണ് വെക്കുന്നത് കേട്ടോ. ഇത് ലെഫ്റ്റും റൈറ്റും കിട്ടും, ഇടതുവശവും വലതുവശവും ഉള്ളത് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ ഇപ്പോൾ കാണിക്കുന്നില്ല, ഉറപ്പല്ലേ കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത പൂട്ട് മാറ്റിയല്ലോ, 1 സൈഡ് ഇട്ട് ഈ പൂട്ട് ഇട്ടിട്ട് നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കണം. ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ 2 നൂലും, ബോബിൻ നൂലും മുകളിലത്തെ നൂലും സ്മൂത്തായിട്ട് വരുന്ന ഉടക്കൊന്നും നോക്കണം. എന്നിട്ട് 2ഉം ബാക്കിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് മാറ്റി വെക്കാം. എന്നിട്ട് കണ്ട സിബ് എടുത്തതിന് ശേഷം സിബിനെ ഇങ്ങനെ വെക്കണം. കണ്ട, മറിച്ച് വെക്കണം സിബിനെ. ഇത് നല്ല വശമല്ലേ, നല്ല വശം അടിയിൽ പോകുന്ന രീതിയിൽ നല്ല വശം അടിയിൽ മടക്കി വെച്ചതിന് ശേഷം ഈ ഒരു സൈഡിൽ കണ്ട ഈ ലൈനിൽ കൂടെ നമുക്ക് ഇവിടെ വേണ്ടേ ഇങ്ങനെ അടിക്കാം കേട്ടോ. മുകളിലൊരു മാർക്ക് ഉണ്ട്, 1.5 ഇഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ടല്ലോ. ഇത് നമുക്കിവിടെ ഇവിടം വരെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്, ഗമ്മ് വെച്ച് അവർ ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് സിബ് റണ്ണർ അങ്ങോട്ട് പോവില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് നമുക്ക് തുടങ്ങാം. കാണുന്നില്ലേ, ഈ അടയാളം കൊടുത്തിട്ട് നമുക്ക് താഴോട്ട് അടിച്ചു പോകണം. നമ്മൾ ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ, സിബിൻ്റെ നല്ല വശമാണ് അടിയിൽ, അപ്പോൾ ഇത് ചീത്ത വശം മുകളിലേക്ക്. എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് നമ്മുടെ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ ഈ പല്ലിൻ്റെ, അതായത് സിബിൻ്റെ ഇതില്ലേ, അതിൽ നിന്ന് സൈഡിൽ കൂടെ അടിച്ചു പോകണം. ഓക്കെ, ആ ഡ്രസ്സിൻ്റെ കളർ സിബാണ് നല്ലത് കേട്ടോ. ചുവപ്പാണെങ്കിൽ ചുവപ്പ് അങ്ങനെ വെക്കണം, അതാണ് നല്ലത്. ചുവപ്പ് എൻ്റെ കയ്യിലില്ല, എന്നാലും നമുക്ക് അടിച്ചു വരുമ്പോൾ കാണത്തില്ല. എന്നിട്ട് നമ്മൾ 1 സൈഡ് പൂട്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ അടിച്ചു വരും തോറും നമ്മുടെ ഈ വിരൽ കൊണ്ട് ഈ സിബിൻ്റെ പല്ല് ഇങ്ങോട്ട് അകത്തി കൊടുക്കണം. എന്നിട്ട് സൈഡ് ചേർത്ത് അടിച്ചു പോകണം കേട്ടോ. കണ്ടേ, അതിൻ്റെ സൈഡ് നമ്മൾ ലൈൻ ഇട്ടിട്ടുണ്ട്, ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ആ ലൈനിൽ കൂടെ താഴോട്ട് നമുക്ക് എവിടം വരെ വേണമെന്ന് വെച്ചാൽ അവിടം വരെ അടിച്ചു പോകണം. അപ്പം ആ ഒരു സൈഡ് തീർന്നു. ഇനി നമുക്ക് ആ നൂല് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡ് അടിക്കണമല്ലോ, ഈ സൈഡ് അടിക്കണമല്ലോ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, ഇങ്ങനെ വെക്കണം. അപ്പം ഞാനിത് തുണി
തിരിച്ചിട്ട് ഈ വശം ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇതിൻ്റെ ചീത്ത വശം ഇതല്ലേ, മുകളിലല്ലേ നമുക്ക് അടിക്കണം, കണ്ടില്ലേ? അതേപോലെ നമ്മൾ ലൈനിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉരിയ ഭാഗം കട്ട് ചെയ്ത ഭാഗം മുകളിലിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തടിക്കും. അപ്പം ഫുഡ് ഇപ്പോൾ ഞാൻ തിരിച്ചു വെക്കുക കേട്ടോ. ഇവിടെ നിന്ന് അടിച്ചു പോകാം. ഈ സൈഡ് കിടക്കില്ല, വലതുവശത്തെ രണ്ടാം കിടക്കുന്നില്ല. തിരിച്ച് 2 ഫൂട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുകളിൽ അടിച്ചു പോകാം, മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ഒരു ഫൂട്ട് ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വശം നോക്കിയിട്ട് ഇവിടുന്ന് കറക്റ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം കണ്ടോ, നിങ്ങളൊരു ഇവിടെ പിന്നു കുത്തിയാൽ മതി, അങ്ങോട്ട് നീങ്ങത്തില്ല. നമ്മളിവിടെ ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിൽ കൂടെ മുകളിലോട്ട് അടിച്ചു പോവാം. കറക്റ്റ് ആ നീങ്ങരുത് കേട്ടോ, സിമ്പ് ആ ലൈനിൽ കൂടെ തന്നെ പോകണം. കണ്ട സൈഡ് ചേർത്ത് നമ്മുടെ ഈ ഒരു വശം കൈ കൊണ്ട് ഇതിനകത്ത് കൊടുക്കണം. സൈഡ് ചേർത്ത് അടിച്ചു പോകണം കേട്ടോ. നൂല് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിത് മുകളിലോട്ട് സിബിട്ട് കൊടുക്കാം. കണ്ട, അപ്പോൾ നമുക്ക് കാണത്തില്ല, ചോപ്പാന്നി ഒട്ടും കാണത്തില്ല. എന്നിട്ട് ഈ 2 തുണിയും കൂടെ കണ്ട, നമ്മൾ വെച്ച 2 തുണിയും കൂടെ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ടൊന്ന് അടിച്ചുറപ്പിക്കണം കേട്ടോ. 2 കൂടെ ചേർത്തിട്ട് കെട്ടിട്ട് നിർത്തിട്ട് എന്നിട്ട് ഈ നൂലങ്ങ് കട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ട, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തുണി 2ഉം ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതിനെ ഇവിടെ അങ്ങ് ഇത് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു അടി കൊടുക്കണം. സിബ് നമ്മളിവിടെ ബാലൻസ് കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അത് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവിടെ കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സിബ് വലിച്ച് മുകളിലോട്ട് കറക്റ്റ് ആക്കിയതിന് ശേഷം വേണ്ട ഇവിടെ ഒന്ന് ഉടക്കി നിൽക്കും. ഇവിടെ റണ്ണർ ഒന്ന് ഉടക്കി നിൽക്കും. അപ്പോൾ നമ്മുടെ ഉരുക്കി വെച്ചേക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ച് എടുത്തെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടം അടിക്കണം. അപ്പോൾ നമ്മൾ സിബ് കട്ട് ചെയ്യുമ്പോൾ സിബ് താഴോട്ട് പോരില്ല. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ചേർത്ത് വെച്ച് കണ്ട, കാണത്തേ ഇല്ല. വെള്ളയാണ് സിബാണ് അടിയിൽ വെച്ചേക്കുന്നത്, നമ്മൾ പുറത്ത് കാണില്ല കേട്ടോ. കവർ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ബാലൻസ് വരുന്നതിനെ കട്ട് ചെയ്യുക. അവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പോകില്ല, ഇങ്ങോട്ട് താഴോട്ട് പോകില്ല. അപ്പം സിബ് അടിക്കാൻ പഠിച്ചല്ലോ. സോപ്പാണെങ്കിൽ ഒട്ടും നമ്മൾ ഇങ്ങനെ മതി. ഇപ്പം വെള്ളം തന്നെ അടിച്ചിട്ട് നമുക്ക് പുറത്ത് കാണത്തില്ല, കണ്ട കാണുന്നേ ഇല്ല. ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് സിബ് അടിച്ചത് പുറത്ത് കാണത്തേ ഇല്ല, കണ്ടല്ലോ. അപ്പോൾ എല്ലാം ചെയ്ത് എന്നിട്ട് നമ്മൾ നോക്കുക, താഴോട്ട് വലിച്ച് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് താഴോട്ട് വരെ പോകില്ല. പിന്നെ അത് തന്നെ മുകളിലോട്ട് ചെയ്യുമ്പോൾ അവിടെ അപ്പോൾ അങ്ങനെ വെച്ച് പോകണം, തയ്ച്ച് പോകണം. കണ്ട, ചോപ്പിന് ചോപ്പ് തന്നെ വെക്കണം. അപ്പോൾ അത് ചോപ്പൻ്റെ ഇല്ലാഞ്ഞുകൊണ്ട് വെള്ളം വെച്ച്, പക്ഷേ നമുക്ക് പുറത്ത് കാണത്തില്ല. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും സിബ് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.
എല്ലാവർക്കും ഹാപ്പി ഓണം.